അദ്ദേഹത്തിൻ്റെ വളരെ മോശമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ കണ്ടേക്കുന്നത്. 10-ൽ നമുക്കൊരു 7-ഓ 8-ലും കൊടുക്കാം. ഒരാൾക്ക് ഒരു സഹായത്തിന് ഒരു കാര്യത്തിന് എത്തില്ല, തള്ളല് മാത്രമേ ഉള്ളൂ. 10-ൽ 9 മാർക്ക് കൊടുക്കാം. ആൾക്ക് ഒരു മാർക്ക് പോയിട്ട് ഒന്നും കൊടുക്കാനില്ല. ആൾക്ക് മാർക്കില്ല. 10-ൽ 10 കൊടുക്കാൻ വിരോധമില്ല, നല്ല പെരുമാറ്റാണ് അദ്ദേഹത്തിന്. 10-ൽ 10 മാർക്ക് ഞാൻ കൊടുക്കും. എന്നെ വിലയിരുത്തുന്നത് തൃശ്ശൂരിലെ ജനങ്ങളാണ്. ജനങ്ങൾ ഹൃദയത്തിനകത്ത് അവരാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഞാനല്ലല്ലോ മാർക്കിടേണ്ടത്. 10-ൽ എത്ര? പൂരങ്ങളുടെയും പുലികളിയുടെയും നാട്ടിൽ തിരഞ്ഞെടുപ്പ് ആവേശം മുറുകി വരികയാണ്. 3 മുന്നണികൾക്കും പ്രതീക്ഷയുള്ള മണ്ഡലമായതിനാൽ കേരളമൊട്ടാകെ തൃശ്ശൂരിലേക്ക് ഉറ്റുനോക്കുന്നു. ഇടത് വലത് മുന്നണികൾ തങ്ങളുടെ വോട്ട് ബാങ്കുകൾ നിലനിർത്തിയുള്ള പ്രചരണ തന്ത്രമാണ് തൃശ്ശൂരിൽ പയറ്റുന്നതെങ്കിൽ താരപരിവേഷവും കേന്ദ്ര മന്ത്രിസ്ഥാന വാഗ്ദാനവും നൽകി BJP നടത്തുന്ന പ്രചരണവും ദേശീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. പരിശോധിക്കാം മണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. തൃശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന തലയെടുപ്പിനൊപ്പം രാഷ്ട്രീയ തേരോട്ടങ്ങൾക്കും വേദിയായ ശക്തന്റെ തട്ടകം. തിരഞ്ഞെടുപ്പും ഉത്സവമാക്കുന്ന നാട്. ഒരു കാലത്തും ആർക്കൊപ്പമെന്ന് പിടികൊടുക്കാത്ത ഇടം. ഭരണത്തിലേറാൻ ഇടതു വലത് മുന്നണികൾക്ക് രാഷ്ട്രീയ കരുത്തുള്ള നേതാക്കളെ സമ്മാനിച്ച തൃശ്ശൂരിന് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മുന്നിൽ തന്നെയാണ് സ്ഥാനം. ഇടതു വലത് മുന്നണികൾ മാത്രം കളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് സുരേഷ് ഗോപിയിലൂടെ BJPയുടെ കടന്നുവരവ് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റി. ഗുരുവായൂർ, ഒല്ലൂർ, മണലൂർ, തൃശൂർ, പുതുക്കാട്, നാട്ടിക, ഇരിങ്ങാലക്കുട എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. മണ്ഡലം പൂർണ്ണമായും ജില്ലയിൽ തന്നെ. മണ്ഡലത്തിലെ സാധ്യതകൾ പരിശോധിക്കുമ്പോൾ TN പ്രതാപനിലൂടെ പിടിച്ചെടുത്ത മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. രാഷ്ട്രീയ ഗോദായിൽ മെയ്വഴക്കം നന്നായുള്ള വ്യക്തിയാണ് പ്രതാപൻ. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിന്റെ സിറ്റിംഗ് MP TN പ്രതാപനെ വീണ്ടും കളത്തിലിറക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പുതുമുഖങ്ങളെ പരീക്ഷിക്കാൻ ആദ്യഘട്ടത്തിൽ ആലോചനയുണ്ടായിരുന്നുവെങ്കിലും പരീക്ഷണത്തിന് മുതിരേണ്ടതില്ലെന്ന പാർട്ടി തീരുമാനം പ്രതാപന് പച്ചക്കൊടിയായേക്കും. അങ്ങനെയെങ്കിൽ 5 വർഷത്തെ പ്രവർത്തനം തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പ് പ്രചരണായുധവും. ഒരു MP എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ 2 വർഷം കോവിഡായി ഇന്ത്യയിലെ എല്ലാ MPമാർക്കും എല്ലാ ജനങ്ങൾക്കും നഷ്ടപ്പെടുകയുണ്ടായി. 17 കോടി കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴത്തെ MPക്ക് തന്നതും 2.5 കോടി കഴിഞ്ഞ MPയുടെ ബാലൻസ് ഉണ്ടായ പൈസയും കൂടെ 19.5 കോടി രൂപയ്ക്കാണ് 236 പദ്ധതികൾ നടപ്പിലാക്കിയത്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത അംഗൻവാടികൾക്കാണ്. 34 അംഗൻവാടികൾക്ക് 8.2 കോടി രൂപയുടെ അനുമതി നൽകി. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ 4.69 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ നൽകി. തൃശ്ശൂർ കോർപ്പറേഷനിൽ തന്നെ ഏകദേശം 4 കോടി രൂപയോളം കോർപ്പറേഷനകത്ത് മാത്രം MP ഫണ്ട് ഉപയോഗിച്ച് ചെലവഴിക്കപ്പെടുകയുണ്ടായി. കോവിഡ് കാലത്ത് ഞാനും കോവിഡ് വന്ന ആളാണ്. 2 തവണ ക്വാറന്റൈനിൽ പോയി ഇരുന്ന ആളാണ്. ആ സമയത്തൊന്നും വേർതിരുന്നില്ല. എൻ്റെ MP ഓഫീസ് ലൈവായിരുന്നു. 46 ലക്ഷം രൂപയുടെ മരുന്ന് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്ക് ജീവൻ രക്ഷാ ഔഷധങ്ങൾ ഉൾപ്പെടെ സൗജന്യമായി കൊടുക്കുകയുണ്ടായി. 1516 ടെലിവിഷൻ, അതേപോലെ മൊബൈൽ, ടാബ്, പഠിക്കാൻ ഡിവൈസ് ഇല്ലാതെ ഓൺലൈൻ പഠനമായപ്പോൾ പ്രയാസപ്പെട്ടവർക്ക് MP എന്നിട്ട് ഞാൻ മുൻകൈ എടുത്ത് കൊടുക്കുകയുണ്ടായി. എനിക്ക് തൃശ്ശൂർക്കാർക്ക് വേണ്ടി ഇനിയും ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രവും അതേപോലെ തന്നെ പൂരനഗരമായ തേക്കൻകാട് മൈതാനവും ഒരു നവീകരണ പദ്ധതിയുടെ 50 കോടിയുടെ പദ്ധതി ഞാൻ കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട്. എനിക്കത് വാങ്ങിച്ച് എടുക്കണം. തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം, ത്രിപുര ശ്രീരാമസ്വാമി ക്ഷേത്രം, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം, ആ 3 ക്ഷേത്രങ്ങളെ പ്രസാദ് പദ്ധതിയിലേക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ഫയൽ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതെനിക്ക് വാങ്ങിച്ചെടുക്കണം. ക്ഷേത്ര കല ഒരു അക്കാദമി, ക്ഷേത്രവാദ്യകലയുടെ അക്കാദമിക്ക് വേണ്ടി ഞാൻ പെരുവനത്തേക്ക് വേണ്ടി അതിനുള്ളൊരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് വാങ്ങിച്ചെടുക്കണം. തൃശ്ശൂർ ആസ്ഥാനമായി ഒരു പിൽഗ്രിം ടൂറിസം സ്കീം കൊണ്ടുവരണം. ഞാൻ ആ പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചെടുക്കണം. തൃശ്ശൂരിലെ കോൾ മേഖല, തൃശ്ശൂരിൻ്റെ വനമേഖല, തൃശ്ശൂരിൻ്റെ തീരമേഖല, പിന്നെ കലാമണ്ഡലം മുതൽ അതിരപ്പള്ളി വരെയുള്ള വിവിധ പ്രദേശങ്ങൾ, ഇതെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് എനിക്കൊരു
സ്മാർട്ട് തൃശ്ശൂർ എന്നൊരു പ്രോജക്റ്റിൻ്റെ സ്വപ്നമുണ്ട്. മണ്ണുത്തിയിലെ നമ്മുടെ ചെടികളുടെയും ചെടികളുടെയും ഒക്കെയുള്ള ഗാർഡനുകളെല്ലാം കൂടി ക്ലബ് ചെയ്തുകൊണ്ട്, ശരിക്കും പറഞ്ഞത് സിലിക്കൺ വാലിയാണത്. മണ്ണുത്തി നമ്മുടെ സിലിക്കൺ വാലിയാണ്. അതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് സ്മാർട്ട് തൃശ്ശൂർ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തൃശ്ശൂരിൽ റെഡിയാക്കണം. അതിനെനിക്ക് കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ടു പോയ 2 വർഷം തിരിച്ചു പിടിക്കണം. CPI മടങ്ങിവരവ് പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. മുൻമന്ത്രി VS സുനിൽകുമാറിനെ മുൻനിർത്തി ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയും ഇടതുമുന്നണിക്കുണ്ട്. മണ്ഡലത്തിന് ചിരപരിചിതനും അഴിമതി കറപുരളാത്ത വ്യക്തിത്വം എന്ന ഇമേജുമാണ് VS സുനിൽകുമാറിന് നേട്ടമായ ബോണസ് പോയിന്റുകൾ. നിലവിലുള്ള തൃശൂർ MP-യുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് പരിശോധിക്കുന്നതെങ്കിൽ വളരെ പരാജയപ്പെട്ട ഒരു MP ആയിട്ടാണ് തൃശ്ശൂരിലെ വോട്ടർമാരും ജനങ്ങളും അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടുള്ളത്. ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് അദ്ദേഹത്തിൻ്റേതായിട്ട് തൃശ്ശൂർ ജില്ലയിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഫ്ലൈ ഓവറുകളും അതുപോലെ തന്നെ അടിപ്പാതകളൊക്കെ പണിയാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിയതാണ്. അത് സത്യത്തിൽ 6 അടിപ്പാതകളുടെ തീരുമാനം ഉണ്ടാവുന്നത് ഇവിടെ CN ജയദേവനും ബിജുവും MP-മാരായിരുന്ന സമയത്ത്, K രാജൻ അവിടുത്തെ ഉല്ലൂരിൻ്റെ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് ഇവരുടെ ഒരു കൂട്ടായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ അടിപ്പാതകളുടെ അംഗീകാരം ലഭിക്കണത്. അതിൻ്റെ നിർമ്മാണവും മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് വന്നതേ ഉള്ളൂ. അല്ലാതെ ഇദ്ദേഹത്തിന് യാതൊരു കാര്യവും അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. 10 മാർക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് കിട്ടാൻ പ്രയാസമാണ് അദ്ദേഹത്തിന്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സുരേഷ് ഗോപിയുടെ താരപരിവേഷവും സന്നദ്ധ പ്രവർത്തനവും രാഷ്ട്രീയത്തിന് അതീതമായ വോട്ടുകൾ പെട്ടിയിൽ വീഴ്ത്തുമെന്നാണ് BJP പ്രതീക്ഷ. കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ തൃശ്ശൂരിന് പുതുമുഖമായിരുന്ന സുരേഷ് ഗോപി ഇത്തവണ മത്സരിക്കുകയാണെങ്കിൽ തനി തൃശ്ശൂർക്കാരനാവും. രാജ്യത്തിനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം കേരളത്തിന്റെ വിശ്വാസം കൂടിയായി മാറിയാൽ സാക്ഷാത്കാരത്തിൽ വരുമ്പോൾ കേരളത്തിനും അതിന്റെ പങ്കുപറ്റാൻ സാധിക്കും. കേരളത്തിന്റെ അതിന്റെ ഗുണമുണ്ടാകും. തൃശ്ശൂർ ഉറപ്പായിട്ടും തൃശ്ശൂർ കേരളത്തിലാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പ്രധാനമന്ത്രിയുടെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന ലേബലോടെ എത്തുന്ന സുരേഷ് ഗോപി ഇക്കുറി തൃശ്ശൂർ എടുക്കുമെന്ന പ്രതീക്ഷയും BJPക്കുണ്ട്. തീർത്തും നിരാശാജനകമായിട്ടുള്ളൊരു പ്രകടനമാണ് തൃശ്ശൂരിലെ MP കഴിഞ്ഞ 5 വർഷമായിട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. എടുത്തു പറയത്തക്ക ഒരു വികസനവും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. MP-മാർക്ക് കേന്ദ്രം ഫണ്ട് കൊടുക്കുന്നുണ്ട്. ആ ഫണ്ട് വീതിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ഒരു MP-യുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് ആർക്കും സാധിക്കും. അതിന് MP-യുടെ ആവശ്യം പോലും ഇല്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് ഫണ്ട് അലോക്കേഷൻ നടക്കും. നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ എന്താണെന്ന് കണ്ടെത്തി ആ പദ്ധതികൾ കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സമർപ്പിച്ച് അതിന് അംഗീകാരം നേടിയെടുത്ത് ആ പദ്ധതികൾ നടപ്പിലാക്കിക്കുക എന്ന പ്രാപ്തി കഴിവ് എന്ന് പറയുന്നത് ഒരു പദ്ധതി പോലും ഈ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമാണ്. അങ്ങനെ സമ്പൂർണ്ണ പരാജയമായിട്ടുള്ള MP-ക്ക് മാർക്ക് കൊടുക്കാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ഇനി 2019 തിരഞ്ഞെടുപ്പിലേക്ക് വരാം. 93,633 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പാർലമെന്റിലേക്കുള്ള കന്നി അംഗത്തിൽ TN പ്രതാപൻ ജയിച്ചു കയറുന്നത്. 4,15,089 വോട്ടുകൾ TN പ്രതാപന് ലഭിച്ചപ്പോൾ 3,21,456 വോട്ടുകളാണ് LDF സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസിന് ലഭിച്ചത്. 2,93,822 വോട്ടുകൾ നേടി സുരേഷ് ഗോപിക്ക് 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. നല്ല പ്രവർത്തനം MP-യുടെ നേതൃത്വത്തിൽ നമ്മുടെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു. പക്ഷെ അതിനെ തുടർന്ന് പണം ലഭിക്കാതെ വന്നപ്പോൾ പല മേഖലകളിലും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ട രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി നേതൃത്വം കൊടുക്കാൻ MP-ക്ക് കഴിയാതെ പോയ ഒരു സാഹചര്യം നമ്മൾ വിസ്മരിക്കാൻ പറ്റില്ല. 10 കോടി രൂപയോളം അദ്ദേഹത്തിന് ലഭിക്കാതെ വന്നു. ഈ 5 വർഷത്തെ പ്രവർത്തനത്തിൽ അപ്പോൾ ഒരു 3 വർഷം അദ്ദേഹത്തിന് കാര്യമായി ജനങ്ങളുടെ മധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം പൂർണ്ണമായി ഉറപ്പിക്കാത്തതിന് സാധിച്ചില്ല മറ്റുള്ള കാരണങ്ങൾ കൊണ്ട്. പക്ഷെ 6 മാർക്ക് കൊടുക്കണം. കോവിഡ് വന്ന് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി ഏറ്റവും ഫസ്റ്റ് ഗവൺമെൻറ് ഇരിഞ്ഞാലക്കുട ഹോസ്പിറ്റലിന് വേണ്ടി ഓക്സിജൻ കോൺസെൻട്രേറ്റുകൾ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. പിന്നെ MP സ്കെയർ വഴി എല്ലാ ആളുകളിലേക്കും മരുന്ന് എത്തിക്കാനുള്ള വളരെ വലിയ കാരുണ്യമുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. 10ലാണ് ചോദിക്കുന്നത്, 10ൽ 10 തീർച്ചയായിട്ടും കൊടുക്കുന്നു. പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു MP ആയിട്ടാണ് അദ്ദേഹത്തെ ഇരിങ്ങാലക്കുടയ്ക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇരിങ്ങാലക്കുടയിൽ നഗരപ്രദേശങ്ങളിലും ഇരിങ്ങാലക്കുട നഗരം എന്ന് വെച്ചാൽ ഒരു തൃശ്ശൂർ പട്ടണം കഴിഞ്ഞാൽ വളരെ മുമ്പന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്.
ഇരിഞ്ഞാലക്കുട പട്ടണത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നീട് അതിൻ്റെ ചുറ്റുമുള്ള ഗ്രാമപഞ്ചായത്തുകളുടെ വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നിരാശാജനകമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. 10-ൽ എത്ര മാർക്ക് എന്ന് ചോദിച്ചാൽ മാർക്ക് എങ്ങനെ നമുക്ക് മൈനസ് മാർക്കാക്കാം എന്ന് ആലോചിക്കാവുന്ന ഒരു സ്ഥിതിയിലുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 1 മാർക്ക് പോലും കിട്ടാനുള്ള യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ പ്രതാപൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്പം നമ്മൾ പറയാതെ തന്നെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കാരണം MP ആവുന്നതിന് മുമ്പ് MLA ആയും ഒക്കെ വളരെ സജീവമായിട്ട് ഏറ്റവും ജനകീയനായ ജനപ്രതിനിധികളിൽ ഒരാളാണ് ശ്രീ TN പ്രതാപൻ. 10-ൽ 10 മാർക്കും കൊടുക്കും. തൃശ്ശൂർ നഗരത്തിലെ കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ആ ഗതാഗത കുരുക്ക് ഇന്നും തുടരുകയാണ്. കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന ആളുകൾക്ക് തൃശ്ശൂർ ശോഭാ സിറ്റി മുതൽ നഗരത്തിലെത്തണമെങ്കിൽ ഏകദേശം ഒരു 1 മണിക്കൂറോളം കാത്തുകെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ, നഗരത്തിൽ കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥ, അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞ 5 വർഷം മുമ്പേ ജനങ്ങൾ നേരിടുന്നു. ആ പ്രശ്നങ്ങൾ ഇന്നും ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ MP-ക്ക് 10-ൽ നെഗറ്റീവ് മാർക്ക് നൽകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നഗരസഭയിലെ ആവിഷ്കൃത പദ്ധതികൾ അതിൽ MP-യുടെ വളരെ വലിയ സ്വാധീനം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അമൃത് 2.0 പദ്ധതി അവൻ അനുവദിച്ച് കിട്ടാനും അതുപോലെ തന്നെ ശ്രീ കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ ഭാഗമായി പ്രസാദം പദ്ധതിയിൽ നമ്മുടെ ആ പരിസരത്ത് ഉൾപ്പെടുത്താൻ MP-യുടെ വലിയ ഇടപെടലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ്. MP-ക്ക് എനിക്ക് തോന്നുന്നു 10-ൽ കൂടുതൽ മാർക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും 10-ൽ 10 മാർക്കിന് MP അർഹനാണ്. ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ മണ്ഡലമാണ് തൃശൂർ അതിരൂപതയുടെ കീഴിൽ മാത്രം 1 ലക്ഷത്തിലേറെ വോട്ടുകൾ ഉണ്ടെന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ അതിരൂപതയുടെ നിലപാട് തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും. തീരദേശ മേഖല, കുടിയൊഴിപ്പിക്കൽ, കടലിന്റെ മക്കളുടെ പ്രശ്നങ്ങൾ തുടങ്ങി കടൽ പോലെ കലുഷിതമാണ് തീരമേഖല. കഴിഞ്ഞ തവണ തീരദേശ മേഖല ഒന്നാകെ TN പ്രതാപനൊപ്പം നിന്നുവെന്നാണ് കണക്കുകൾ. ഇക്കുറിയും തീരദേശ മേഖലയിലെ വോട്ടുറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. എന്നെ വിലയിരുത്തുന്നത് തൃശ്ശൂരിലെ ജനങ്ങളാണ്. ജനങ്ങൾ ഹൃദയത്തിനകത്ത് അവരാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് ഞാനല്ലല്ലോ മാർക്കിടേണ്ടത്, ജനങ്ങളല്ലേ മാർക്കിടേണ്ടത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ അവരുടെ സുഹൃത്താണ്, ഞാൻ അവരുടെ ഫാമിലി മെമ്പറാണ്. ഒരു ഫാമിലി മെമ്പർ അവർ കാണുന്നത് കുട്ടികൾക്ക് മാർക്കിടുന്ന മാഷ പോലെയല്ല, പരീക്ഷ എഴുതിയിട്ട് മാർക്കിടുന്ന മാഷ പോലെയല്ല. ഞാൻ ഈ തൃശ്ശൂർക്കാരുടെ കുടുംബത്തിലങ്ക. ഞാൻ ഈ മണ്ണിൽ ജനിച്ച ആളാണ്, മണ്ണിൽ ജീവിച്ച ആളാണ്, ഞാനിവിടെ പഠിച്ചു വളർന്ന ആളാണ്. ഈ പൂരപ്പറമ്പും ഈ പ്രദേശത്തും എൻ്റെ നഗ്നമായ കാലടി പാടുകൾ പതിഞ്ഞ സ്ഥലമാണ്. എൻ്റെ പോരായ്മയും എൻ്റെ ഗുണവും കുറവും ദോഷവും ഒക്കെ അറിയുന്ന തൃശ്ശൂർക്കാർക്ക് ഹൃദയത്തിനകത്ത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. തൃശ്ശൂർക്കാരുടെ ഹൃദയത്തിനകത്ത് ഞാനുണ്ടെന്ന് എനിക്കറിയാം. അവർ തീരുമാനിക്കേണ്ട മാർക്ക്. ഞാൻ ആ മാർക്കിൽ കക്ഷിയാവാൻ ആഗ്രഹിക്കുന്നില്ല. MP-യുടെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ മണ്ഡലത്തിലെ വോട്ടർമാർക്കും ചിലത് പറയാനുണ്ട്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് ജനങ്ങളിൽ നിന്നും ലഭിച്ചത്. പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്കിടയിലുള്ള ആൾക്കാരോടുള്ള ഒരു സമീപനം ശരിയല്ല. കാരണം വീടുകൾ വരുന്നില്ല, പ്രദേശത്ത് വരുന്നില്ല, പഞ്ചായത്തിൽ വരുന്നില്ല. അവസരവാദപരമായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് ഇവരെല്ലാം. പ്രതാപന് ഒരു 6 മാർക്ക് കൊടുക്കാം. എല്ലാ കാര്യങ്ങൾക്കും വഴിയെ പറ്റിക്കും, അംഗനവാടി പ്രവർത്തനത്തിനും സ്കൂളിനും പിന്നെ ഞങ്ങൾ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ സഹായിക്കാനൊക്കെ നല്ല രീതിയിൽ പെരുമാറാറുണ്ട്. ഞങ്ങൾ 10-ന് 10 കൊടുക്കാൻ തയ്യാറാണ്. അവിടെ റോഡ് പണി ഇതൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ആളാണ്. വലിയ അഭിപ്രായമൊന്നും പറയാതെ നല്ല അഭിപ്രായമുള്ള ആളാണ്. അതുപോലെ വാടാൻപള്ളി തൊട്ട് ഇവിടം വരെ സ്നേഹതീരം വരെ ഓരോ കാര്യങ്ങൾ നല്ല മാതിരി ആൾ ചെയ്തിട്ടുണ്ട്. ചുരുങ്ങിയൊരു 10 കിട്ടുന്നുള്ള ഒരു ഇതാണ് പ്രതാപന് തോന്നുന്നത്. 10-ൽ ആൾക്ക് 1 മാർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പ്രവർത്തനം അങ്ങനെയാണ്. ആൾ മതന്യൂനപക്ഷങ്ങളുടെ പ്രകടനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന പോലെയാണ് ആളുടെ പ്രവർത്തനങ്ങളും സംസാരങ്ങളും കംപ്ലീറ്റ്. പ്രതാപേട്ടൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വലിയൊരെന്നുള്ളൊരു വ്യത്യാസമില്ല. എല്ലാവരോടും നന്നായി ഇടപഴകണ, എല്ലാ കാര്യങ്ങളിലും ഇറങ്ങിച്ചെന്ന് എല്ലാ വ്യക്തികളുടെയും എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. 10-ൽ 10 കൊടുക്കാവുന്നത്. 10-ൽ 10 കൊടുക്കാതിന് വിരോധമില്ല. നല്ല പെരുമാറ്റാണ്. എല്ലാവരും ആരെ കണ്ടാലും ആരോടും അങ്ങനെയാണ് കണ്ടുള്ളത്. ഒരാൾക്ക് ഒരു സഹായത്തിന് ഒരു കാര്യത്തിന് എത്തില്ല, തള്ളൽ മാത്രമുള്ള. പ്രതാപന് 4 മാർക്ക്, യാതൊരു സംശയമില്ല. അതിൽ
അയാൾ ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല, ഒരാളെടുത്ത് ലോകത്തിലൂടെ എത്തിപ്പെട്ടിട്ടില്ല, ഒരു തൊഴിലാളികളുടെ അടുത്ത് എത്തിപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയ കളരിയിലെ അധികായർക്ക് വരെ കാലിടറിയ പ്രവചനാതീതമായ ഭൂമികയാണ് തൃശ്ശൂർ. അത്തരമൊരു തിരഞ്ഞെടുപ്പ് കാലത്തിനാണ് മണ്ഡലം ഇനി സാക്ഷിയാകുന്നത്. തീപാറുന്ന മത്സര ദിനത്തിനായി തൃശ്ശൂർക്കാർ കാത്തിരിക്കുകയാണ്. ഒരു പൂരക്കാലത്തിനായുള്ള കാത്തിരിപ്പ് പോലെ. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്. 10 ലെത്ര